എൻ്റെ ശത്തൻകുഞ്ഞിൻ്റെ കഥകൾ ഒരുപാടുണ്ട് പറയാൻ. അതിൽ കോമഡിയുണ്ട്, ട്രാജഡിയുണ്ട്. ട്രാജഡി പറയുമ്പോൾ നിങ്ങൾ ശത്ത ഫാൻസൊക്കെ എന്നെ വളഞ്ഞിട്ട് തല്ലും കേട്ടോ. ഇയാളിവിടെ വന്ന സമയത്ത് ഒരു പാവമായിരുന്നു, പഞ്ചപാവമായിരുന്നു. വീട് മാറി വന്നതിൻ്റെയാണോ, പുതിയ വീട് സ്ഥലമൊക്കെ പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളതുകൊണ്ടാണോ, എന്തായാലും ആൾ വലിയ കുഴപ്പക്കാരനൊന്നും അല്ലായിരുന്നു. ഒരു 2 മാസത്തേക്ക് ഡീസൻറ്റ് പയ്യനായിരുന്നു. ആ സമയത്ത് എൻ്റെ കാലൊടിഞ്ഞ് ഞാൻ ഇരിപ്പായതുകൊണ്ടാവും എന്നെ ചുറ്റിപ്പറ്റിയുള്ള കിടപ്പൊക്കെ ആയിരുന്നു അധിക സമയം. പിന്നെ ഈ പെരുമാളിന് ഏത് വഴിയിൽ കൂടാണോ അഹങ്കാരം പൊട്ടി വിളിച്ചതെന്ന് ഒരു പിടിയില്ല. അഹങ്കാരം എന്ന് പറഞ്ഞാൽ ചില്ലറയൊന്നും അല്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ കാണുന്ന ശത്തനൊന്നും ആയിരുന്നില്ല. എന്തോ ആ കാണുന്ന പറമ്പുണ്ടല്ലോ, ശത്തൻ വന്ന സമയത്ത് ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ അവിടെ ട്രാക്ടർ വന്ന് നില വീഴ്ത്ത് കപ്പ നട്ടതിൻ്റെ പിറ്റേന്ന് ഞാൻ അടുക്കളയിൽ പാത്രം കഴുകിക്കൊണ്ട് നിൽക്കുമ്പോൾ ഈ പഹയൻ പറമ്പിൽ നിൽക്കുന്ന ജനലിൽ കൂടെ എനിക്ക് കാണാം. അന്ന് നൂല് ബന്ധമില്ലാതെ ഉടുതുണിയില്ലാതെ അമ്പലക്കാള നടക്കുന്ന പോലെ നടക്കുക. ബന്ധനങ്ങളൊന്നുമില്ല, ഫുൾ ഫ്രീ ആണ്. ഞാൻ നോക്കുമ്പോഴാ മണ്ണിങ്ങനെ പറക്കുന്നു മേപ്പോട്ട്, കൂടെ ചെറിയ 1-2 കമ്പുകളും. ഇവൻ തുരപ്പനാണല്ലോ, ഉഴുത് മറിച്ചിട്ടിരിക്കുന്ന ഇളകി കിടക്കുന്ന മണ്ണിൽ തുരക്കാൻ നല്ല രസമല്ലേ. അതും നല്ല സ്പീഡിലുള്ള തുരപ്പാണ്. അപ്പോഴാണ് ഞാൻ ഓർത്തത്, അയ്യോ അവിടെ ഇന്നലെ കപ്പ നട്ടതല്ലയോ. അപ്പോൾ ആ പറന്നു പോയ കമ്പുകളൊക്കെ ഇന്നലെ നട്ട കപ്പത്തണ്ടുകളാണ്. ചതിച്ചോ ദൈവമേ, ആരെങ്കിലും കണ്ടാൽ എൻ്റെ പരിപ്പിളക്കും. ഞാൻ ഓടിച്ചെന്ന് ഈ തുരപ്പനെ ഇഞ്ഞെടുത്തോണ്ട് പോരുന്നു. ഒരു 3-4 മൂടൊക്കെ ഇളകി കിടക്കുന്നത് ഞാൻ കണ്ടു. പക്ഷേ ഞാനിത് കണ്ട ഭാവം നടിക്കാതെ ഇയാളെയും കൊണ്ട് പോന്നപ്പോൾ പുറകിൽ നിന്ന് കപ്പത്തണ്ടുകളൊക്കെ വിളിച്ച് പറഞ്ഞു കാണും, എൻ്റെ പൊന്നമ്മച്ചി ഞങ്ങളെ കിളിർക്കാനാണ് നട്ടത്, ഈ മണ്ണിലൊന്ന് കുത്തി നാട്ടി വെച്ചിട്ടെങ്കിലും പോകുന്നു പറഞ്ഞു കാണും. പക്ഷേ ഞാനവിടെ നിന്നാൽ ഈ പകൽ വെളിച്ചത്തിൽ എന്നെ എല്ലാവരും കാണത്തില്ലയോ. ഞങ്ങളുടെ പറമ്പിൽ എന്താ ഇവക്ക് കാര്യമെന്ന് അതിൻ്റെ ഉടയവൻ ചിന്തിച്ചാൽ എന്തോ ചെയ്യും. അതുകൊണ്ട് കപ്പത്തണ്ടുകളൊക്കെ അവിടെ ഉപേക്ഷിച്ചിട്ട് ഞാനിഞ്ഞ് പോരുന്നു. പിന്നെ രാത്രിയുടെ മറവിൽ എല്ലാവരും ഉറങ്ങാൻ കിടന്ന സമയം നോക്കി ഞാൻ എൻ്റെ ഫോണിൻ്റെ ഫ്ലാഷ് വെളിച്ചത്തിൽ ഒരു കള്ളനെ പോലെ പതുങ്ങി രാത്രി 10:30 മണി കഴിഞ്ഞപ്പോൾ പറന്നുപോയ കപ്പക്കിടാങ്ങളെയൊക്കെ പരതിയെടുത്ത് നാട്ടിൽ കുത്തി നിർത്തി. മൊത്തം 5-6 ഉണ്ടായിരുന്നു. പക്ഷേ രാത്രിയിലെ തെളിച്ചിൽ 4 കണ്ടുള്ളൂ. പിന്നീട് നേരം വെളുത്തപ്പോൾ രാവിലെ പരപരാ വെളുത്ത സമയത്ത് വീണ്ടും പോയി നോക്കി. ഭാഗ്യം, 1 തലതിരിഞ്ഞ് നിൽപ്പുള്ളൂ, ബാക്കിയെല്ലാം നേരെയാണ് നട്ടേക്കുന്നത്. പിന്നെ 2 കൂടെ കിട്ടി, അതും കുത്തി നാട്ടി നിർത്തി. പിന്നെ ഈ പറമ്പിൻ്റെ മുതലാളി ഈ വീഡിയോ എങ്ങാനും കാണുന്നുണ്ടോ ആവോ. കണ്ടാൽ എൻ്റെ പൊന്നു മുതലാളി 3-3.5 കൊല്ലമായി ആ കപ്പയൊക്കെ നല്ലവണ്ണം കിളിർത്തായിരുന്നു. കപ്പയുണ്ടായി, തുരപ്പനയിൽ അത് കൊണ്ടുപോവുകയും ചെയ്തു. ഇതൊന്നും ഇപ്പോൾ ഓർത്തുകൊണ്ടിരിക്കല്ലേ. പിന്നെ ഇയാളങ്ങ് വലിയ പുരുഷലക്ഷണമൊക്കെ കാണിക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ കുരയ്ക്കാനൊന്നും അറിയത്തില്ലായിരുന്നു, കുരയ്ക്കാൻ തുടങ്ങി. പിന്നെ കാല് പൊക്കി മുള്ളാൻ തുടങ്ങി. അതുവരെ അല്ലാതായിരുന്നു മുള്ളുന്നത്. പിന്നെ വഴിയെ പോകുന്ന പട്ടിയും പൂച്ചയും ഒക്കെ ഓടിക്കാൻ തുടങ്ങി. ഇയാളങ്ങ് ശക്തി കാണിച്ചു തുടങ്ങി. ഇയാളുടെ നെഞ്ച് ഡിങ്കൻ്റെ പോലെ വളരാൻ തുടങ്ങി. ഇങ്ങനെ കഴിക്കുന്നതൊക്കെ നെഞ്ചത്ത് വിരിഞ്ഞങ്ങ് നിൽക്കുവാൻ തോന്നും. അങ്ങനെ നേരെ ഞാൻ ഡിങ്കൻ സാഹിബെന്ന് വിളിക്കാൻ തുടങ്ങി. പിന്നെ ഇയാളുടെ ശക്തിയൊക്കെ അങ്ങോട്ട് കൂടിക്കൂടി വന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് വെറും ഡിങ്കനല്ല, ശത്തരി ശത്തൻ ഡിങ്കനാണ്. അങ്ങനെയാണ് എൻ്റെ കുഞ്ഞിന് ശത്തരി ശത്തൻ എന്ന് പേര് വന്ന്. ഇങ്ങനെ കാള കളിച്ച് നടക്കുമ്പോൾ ഒരു കൂട്ടുകാരിയെ കിട്ടി, കൊച്ചമണി. പിന്നെ അവളുടെ കൂടായി കറക്കം. കൊച്ചമണി കുഞ്ഞിനേക്കാൾ മൂത്തതാണ് കേട്ടോ. അതിലിപ്പോൾ വല്ല കാര്യമുണ്ടോ? ഐശ്വര്യയും അഭിഷേകും പോലെ, സച്ചിനും അഞ്ജലിയും പോലെ ശത്തനും കൊച്ചമണിയും അല്ല. പിന്നെ പുല്ല് വളർന്നു കിടക്കുന്ന കാടാണ് ശത്തന് കളിക്കാൻ ഏറ്റവും ഇഷ്ടം. അതിനകത്ത് കയറിക്കിടന്ന് അങ്ങനെ തുള്ളി കളിക്കണം. ലവളുടെ കയ്യും പിടിച്ച് ഇങ്ങനെ നടന്ന് ഊരുതണ്ടി നടക്കുന്ന ഒരു ഊരുതണ്ടി കാളയായിരുന്നു. ഒരു ദിവസം കറങ്ങാൻ പോയിട്ട് കാണുന്നില്ല. 1/2 മണിക്കൂർ കഴിഞ്ഞു, 1 മണിക്കൂർ കഴിഞ്ഞു, കാണുന്നില്ല. ഞാൻ തിരക്കി ഇറങ്ങി. അങ്ങനെ നടക്കുമ്പോൾ ഉണ്ട് കൊച്ചമണി നിൽക്കുന്നു. ഇവനും കൂടെ കാണുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അവിടെ എങ്ങും ഇവനെ കണ്ടില്ല. കൊച്ചമണിയാണേ നിന്നിടത്ത് തന്നെ നിൽക്കുന്നു. എൻ്റെ കുഞ്ഞ് എന്തിയടി എന്ന് ചോദിച്ചപ്പോൾ ലുങ്കസിയാന്ന് നോക്കി നിൽക്കും തന്നെ. പിന്നെ അവളൊരു ഓട്ടം അപ്പുറത്തെ പറമ്പിലോട്ട്. ഞാൻ അവിടെ തന്നെ നിന്ന് നോക്കി ഇവനെ എവിടെ കാണോ ഉണ്ടോയെന്ന്. ഇപ്പം ഇവളവിടെ പോയി നിന്നിട്ട് അവളെന്നെ തിരിഞ്ഞു നോക്കുന്നു. ഞാനാണേ അവൾ ഓടിപ്പോയത് കണ്ടപ്പോൾ അങ്ങോട്ട് പോവാതെ എൻ്റെ കുഞ്ഞിനെ നോക്കി നടക്കുക. ഈ മെനകെട്ടത് വല്ല ചാണകക്കുഴിയിലും വീണ് കിടപ്പുണ്ടോ എന്നറിയത്തില്ലല്ലോ. അപ്പോൾ അവൾ വീണ്ടും അവിടെ നിന്ന് എന്നെ തിരിഞ്ഞു നോക്കുന്നു. ഞാനപ്പോൾ അവളുടെ അടുത്തേക്ക് ചെന്ന് അവൾ മുമ്പോട്ടൊന്ന് നടന്നിട്ട് പിന്നെയും തിരിഞ്ഞു നോക്കുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവൾ എന്നെ വിളിച്ചുകൊണ്ട് പോകുക. എൻ്റെ പറങ്ങാണ്ടി ചെറുക്കൻ എന്തോ കുഴപ്പം കാണിച്ച് വെച്ചിട്ടുണ്ട്. ഞാനും ആ പറമ്പിൽ കയറി
മോനേന്ന് വിളിച്ച് നടന്നു. അപ്പോൾ എൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഒരു കരച്ചിൽ, കൈ കൈ കൈന്ന്. കൈയല്ലടാ, നിൻ്റെ കാല് ഞാൻ തല്ലി ഓടിക്കുമെന്ന് പറഞ്ഞ് ചെന്ന് നോക്കുമ്പോൾ ഉണ്ട്, വള്ളിയെല്ലാം കൂടെ ചുറ്റിപ്പിണഞ്ഞ് കഴുത്തിലും കാലിലും എല്ലാം ചുറ്റി കിടക്കുക. ഇയാൾക്ക് പുറത്തിറങ്ങാൻ വയ്യ. അതെല്ലാം പിന്നെ വലിച്ച് പറിച്ച് കളഞ്ഞിട്ട് ഈ കുഞ്ഞുരാമനെ എടുത്തുകൊണ്ട് ഞാൻ പോന്നപ്പോൾ കൊച്ചുമണിയൊന്നും നോക്കാൻ ഞാൻ മറന്നില്ല കേട്ടോ. അവളൊരു പാവം ഡോഗാണ് കേട്ടോ, നല്ല ഡോഗ്. വീട്ടിൽ വളർത്താൻ പറ്റിയ മുതലാണ്. നല്ല ബുദ്ധിയുണ്ട്, നല്ല അനുസരണയുണ്ട്. ഈ പേട്ടുകാരനെ പോലൊന്നുമല്ല. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കതൊന്നും പറ്റത്തില്ലല്ലോ.